എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറിലേക്ക് സ്വാഗതം. എന്ന് നമ്മൾ സംസാരിക്കുന്നത് പൂരാടം നക്ഷത്രക്കാരുടെ ഒരു വർഷക്കാലത്തെ വിഷുഫലം എങ്ങനെയാണ് എന്നുള്ളതാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പൂരാടം നക്ഷത്രക്കാർക്ക് ഒരു വർഷക്കാലത്തെ വിഷുഫലം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. വളരെ ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള ഒരു വർഷമായിട്ടാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽസിലേക്ക് നോക്കാം. ഹോപ്പ് ആണ് സ്റ്റാർ കാർഡ്, നൈറ്റ് ഓഫ് കപ്സ് എനർജി, അതേപോലെ കിങ് ഓഫ് കപ്സ്, ഏസ് ഓഫ് പെൻഡക്കിൾസ്, നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ആൻഡ് ലാസ്റ്റ് വന്നിട്ട് 4 ഓഫ് പെൻഡക്കിൾസ് എനർജി കണക്ഷൻ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ സ്റ്റാർ എനർജി ആൻഡ് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. ഈ വരുന്ന ഒരു വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള കാലഘട്ടം വളരെയധികം സുഭദ്രമായിരിക്കുമെന്ന് പറയാം, അല്ലെങ്കിൽ വളരെ സാധ്യതകൾ നിറഞ്ഞതാണ് എന്നുള്ളത്. ദൈവാനുഗ്രഹം അല്ലെങ്കിൽ നമ്മൾ ലക്ക് എന്നൊക്കെ പറയുന്ന, ഭാഗ്യം എന്നൊക്കെ പറയുന്ന ആ ഒരു ഘടകം നിങ്ങളുടെ ജീവിതത്തിൻ്റെ വളരെ വലിയൊരു ഭാഗമാണ്. ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ആഗ്രഹിച്ച പോലെ ജീവിതം, വീട്, ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച സാമ്പത്തികമായിട്ട് നേടാൻ പറ്റുന്ന കാര്യങ്ങളും അല്ലാത്തതും ഉണ്ട്. പക്ഷെ പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം എന്തെങ്കിലും പുതിയ മൊബൈൽ ഇന്ന രീതിയിൽ, അല്ലെങ്കിൽ ഐഫോൺ വാങ്ങിക്കുന്നതോ, അല്ലെങ്കിൽ കാർ വാങ്ങിക്കുന്നതോ, വീട് വാങ്ങിക്കുന്നതോ, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ, ഇതിനൊക്കെയുള്ളൊരു അവസരം ഉണ്ടാകുന്ന ഒരു വർഷമാണ്. അതിനുള്ള യോഗം ഉണ്ടാകുന്ന വർഷം നമ്മൾ പറയും. ആ ഒരു സമയമായിരിക്കും നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു വർഷം ജീവിതം ഒന്ന് സ്റ്റേബിൾ ആകുന്ന ഒരു വർഷം, സ്ഥിരത ജീവിതത്തിലുണ്ടാകുന്ന ഒരു വർഷമായിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം സമയം കാണിക്കുന്നുണ്ട്. പുതിയ അവസരങ്ങൾ, പല രീതിയിലുള്ള അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം. അതേപോലെ തന്നെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകാൻ വെറുതെ ഒരു ദിവാസ്വപ്നം കൊണ്ടിരിക്കുക എന്നുള്ളതല്ല, സ്വപ്നം, അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വപ്ന സാക്ഷാത്കാരത്തിനുള്ളൊരു സമയമാണ്. നിങ്ങളുടെ മനസ്സിലുള്ളൊരു സ്വപ്നം, അതായത് റിയലിസ്റ്റിക് ആണെങ്കിൽ ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു വർഷമാണ്. അപ്പോൾ ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ പറയുമല്ലോ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നുള്ളത്. അപ്പോൾ ബാഹ്യമായിട്ട് കാണുന്ന പ്രൗഢിയിൽ വീണുപോകാതിരിക്കുക എന്നുള്ളതാണ് ആദ്യം ശ്രദ്ധിക്കുക. പലപ്പോഴായിട്ട് പറ്റുന്നൊരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ, പലരും ഒരു വ്യക്തി അവർ ബാഹ്യമായിട്ട് അവരുടെ സ്വഭാവം, രീതി, അല്ലെങ്കിൽ അവരുടെ വീട്, സാഹചര്യങ്ങൾ മറ്റും കണ്ടിട്ട് അവരെ വിലയിരുത്തുന്ന ഒരു രീതിയുണ്ട്. അല്ലെങ്കിൽ ചില ആളുകളെ സംബന്ധിച്ച് അവർ വലിയ ആഡംബരങ്ങളൊക്കെ കാണിക്കുന്നുണ്ടാവും. അത് പലതും ചിലപ്പോൾ ക്രെഡിറ്റിലായിരിക്കും. അവരുടെ കയ്യിൽ പൈസ, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ശരിക്കും എല്ലാം ക്രെഡിറ്റിൽ മറിച്ച് ഇടുന്ന ഒരു ഇതുണ്ടല്ലോ, ഒരു റോൾ ചെയ്യുന്നൊരു ഇതാണ്. അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷനോ, അല്ലെങ്കിൽ എല്ലാം മറിച്ച് ബിസിനസ് എന്ന് പറയുമ്പോൾ റോളിംഗ് ആണ് എന്നുള്ളതല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. ജീവിതത്തിലുള്ള എല്ലാം തന്നെ ആ ഒരു ക്രെഡിറ്റ് മാത്രമായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ ആ ഒരു എനർജിയാണ് അങ്ങനെയുള്ളവരിൽ പെട്ടുപോകുക. കാരണം ബാഹ്യമായിട്ടുള്ളതിൽ വീണു പോകാതിരിക്കാൻ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ആളുകളുടെ സ്വഭാവം വച്ചിട്ട് അവരെ അളക്കുകയാണെങ്കിൽ അവരുടെ വാക്കുകളിലായിരിക്കും അത്, അവരുടെ ആക്ഷനിലായിരിക്കണം നിങ്ങൾ ആളുകളെ അളക്കേണ്ടത്. അഥവാ നിങ്ങൾക്ക് അളക്കേണ്ടുന്ന സാഹചര്യം വന്നാൽ, എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യേണ്ടതുണ്ട്, പിന്നെ ഒരു വ്യക്തി ആ ഒരു വ്യക്തിയുടെ കാര്യങ്ങൾ നോക്കിയിട്ട് അതിലേക്ക് ഇപ്പോൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നോ, എന്തെങ്കിലും ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം അത് ശ്രദ്ധിക്കാം. അതേപോലെ നൈറ്റ് ഓഫ് കപ്സ് ആൻഡ് ഏസ് ഓഫ് പെൻഡക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. വിവാഹം സാധ്യതകളുള്ള ഒരു വർഷമാണ് ഈ വർഷം. വിവാഹം കഴിക്കാത്തവരൊക്കെ സംബന്ധിച്ച് വിവാഹത്തിനൊക്കെ ഉള്ളൊരു സാധ്യതകൾ. അപ്പോൾ പ്രപ്പോസൽസ് വരുന്നുണ്ട്. അപ്പോൾ പ്രപ്പോസൽസ് വരുമ്പോൾ ഈ എനർജിയാണ് സ്ട്രോങ് ആയിട്ട് ആളുകളെ മനസ്സിലാക്കാൻ ഉള്ളൊരു ഇത്, അതായത് പെട്ടെന്ന് ആളുകളെ വിലയിരുത്താൻ നല്ല രീതിയിൽ നോക്കി വിലയിരുത്തുന്ന ഒരു സിറ്റുവേഷനാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഏത് തരത്തിലാണെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലൊക്കെ ജീവിതം കൊണ്ടുപോകാനായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു റൊമാൻറ്റിക് സിറ്റുവേഷനാണ്, ക്ലാസിക് റൊമാൻറ്റിക് എനർജി ഉള്ളത് കൊണ്ട് തന്നെ ജീവിതം ആ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും നല്ലതായിരിക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് പ്രോപ്പർ ആയിരിക്കണം എന്നുള്ളതാണ്, അടിത്തറ വേണം എന്നുള്ളത്. അപ്പോൾ ഒരു കുടുംബജീവിതവും നല്ലൊരു ജീവിതമൊക്കെ ഉണ്ടാവണമെങ്കിൽ ആദ്യം നിങ്ങളുടെ അടിത്തറ എന്ന് പറയുന്നത് വിശ്വാസമാണ്. ഒരു വ്യക്തിയെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളതിൻ്റെ ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. ട്രൂ ലവ് ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. പക്ഷേ അത് നിങ്ങൾ ഒറ്റയടിക്ക്, ഇപ്പോൾ നിങ്ങൾ ഒരാളെ കാണുന്നു, ബാഹ്യമായിട്ട് ജസ്റ്റ് ഒന്നും ആലോചിക്കാതെ ആ ഒരു ബന്ധത്തിലേക്ക് എടുത്ത് ചാടാതിരിക്കാം. അതായത് ബന്ധങ്ങൾ ഇനിയും സിറ്റുവേഷൻസ് വരുന്നുണ്ട്. ഈ ഒരു വർഷം നിങ്ങളുടെ വിവാഹം തീർച്ചയായിട്ടും നടക്കുന്ന സാധ്യതയാണ്. അപ്പോൾ
ഇതുപോലെ ഇനി ഒരെണ്ണം വരില്ല എന്നൊക്കെ വിചാരിച്ചിട്ടും നിങ്ങളുടെ ജീവിതമാണ്. അപ്പോൾ ആലോചിച്ചിട്ട് പൂർണ്ണ തൃപ്തി ഉണ്ടെങ്കിൽ മാത്രം അതായിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ വളരെ ക്രിയേറ്റീവായിട്ട് വളരെ പാഷനേറ്റായിട്ട് ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു സമയമാണ്. നിങ്ങളിൽ പലർക്കും അസൂയ തോന്നാൻ തക്ക വിധം ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന സമയമാണ്. ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം റിസ്ക് എടുക്കാൻ പറ്റിയ സമയമാണ്. ഇപ്പോൾ റിസ്ക് എടുക്കാനെന്ന ജോലിയിൽ നിന്ന് പറയുമ്പോൾ ബിസിനസ്സിലുള്ള ഒരാളാണെങ്കിൽ പാർട്ട്ണർഷിപ്പിൽ റിസ്ക് എടുത്തിട്ട് ബിസിനസ് നല്ല രീതിയിൽ, അതായത് നല്ല ലോൺ എടുത്ത് വലിയ രീതിയിൽ ബിസിനസ് വിപുലീകരിക്കാനോ അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ പറയും അതൊരു റിസ്ക് ആണ് എന്നുള്ളത്. പക്ഷേ കാൽക്കുലേറ്റഡ് ആയിട്ട് റിസ്ക് എടുക്കാൻ പറ്റിയൊരു സമയം തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾക്ക് കോൺഫിഡൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നതിനനുസരിച്ചിട്ട് ആലോചിക്കാതെ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് ആലോചിച്ച് മുന്നോട്ടേക്ക് പോകുന്നൊരു സമയമാണ്. നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട്, അതായത് ഇതിനു മുമ്പ് ജീവിതത്തിൽ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഫെയിലിയേഴ്സ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ആലോചിച്ച് ജീവിതം ഇതാക്കി തീർക്കാതെ ജീവിതം ഇനി മുന്നോട്ടേക്ക് എങ്ങനെ നേരെയാക്കാം എന്നുള്ളതിനെക്കുറിച്ചിട്ട് ആലോചിച്ച് മുന്നോട്ടേക്ക് പോവാം. അതേപോലെ തന്നെ മറ്റ് ആളുകളുടെ മുമ്പിലൊരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ, എല്ലാവരുടെയും നമ്മൾ പറയില്ലേ എല്ലാവരും നിങ്ങളിലേക്ക് ഉറ്റുനോക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിൽക്കേണ്ടി വരുന്ന സിറ്റുവേഷനാണ്. അത് ഒരു നെഗറ്റീവായിട്ട് കാണാതെ പോസിറ്റീവായിട്ട് കാണാം. എല്ലാവരുടെയും കണ്ണുകൾ നിങ്ങളിലാണ്. അപ്പോൾ അതൊരു നിങ്ങളുടെ ഒരു ആത്മവിശ്വാസം കുറവ് വരുത്തുന്നുണ്ടെങ്കിൽ നിങ്ങളത് മാറ്റി ചിന്തിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നിങ്ങളെക്കൊണ്ട് പറ്റും, നിങ്ങൾക്കതിന് കഴിയും എന്നുള്ളൊരു ചിന്തയിൽ നിൽക്കാനായിട്ട് മുന്നോട്ടേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾ ശ്രമിക്കുക. ജീവിതത്തോടൊരു ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുക എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ. അതേപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള അവസരം കാണിക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള സഹായം ആവശ്യമുള്ള സുഹൃത്തുക്കളായിരിക്കാം. ഇവിടെ അടുത്ത ഏതൊരു സുഹൃത്തിനെ നിങ്ങൾ സഹായിക്കുന്നുണ്ട്. അതേപോലെ പരിചയമില്ലാത്ത മറ്റു തരത്തിലുള്ള സഹായമായിരിക്കാം. പരിചയമില്ലാത്ത ആളുകൾക്ക് വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്യുന്ന സിറ്റുവേഷനും ഈ ഒരു വർഷത്തിൽ കാണിക്കുന്നുണ്ട്. അതേപോലെ നൈറ്റ് ഓഫ് കപ്സ് ആൻഡ് 4 ഓഫ് സോഡ്സ് എനർജിയാണ്. പ്രായമായിട്ടുള്ള ആളുകൾ, വീട്ടമ്മമാർ, അതായത് അധികം ആക്റ്റീവ് അല്ലാതെ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കുറച്ചുകൂടി ആക്റ്റീവ് ആവുന്നു. നിങ്ങൾ വേണ്ടുന്ന രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു, ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്നു. ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് എനർജി കാണിക്കുന്നുണ്ട് എന്നുള്ളത് കൂടാതെ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാൻ തുടങ്ങുകയാണ്. അത് ശാരീരികമായിട്ടുള്ള ആരോഗ്യം അല്ലെങ്കിൽ മാനസിക ആരോഗ്യമാണെങ്കിലും. ശാരീരിക ആരോഗ്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയിൽ നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വോക്ക് ചെയ്യുന്ന, അപ്പോൾ യാത്രകൾ പോകുന്നതൊക്കെ കൂടുതൽ, ഇപ്പോൾ നിങ്ങൾ കുറച്ച് ദൂരത്തേക്ക് പോവുകയാണെങ്കിലും ഇപ്പോൾ കാറൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ അധികം അധികം നടക്കുന്നില്ലാത്തവർ, കുറച്ച് ദൂരം നടക്കാനുള്ള രീതിയോ, അല്ലെങ്കിൽ ഓരോരുത്തരുടെ ശാരീരിക പ്രകൃതി അനുസരിച്ച് ജിമ്മിൽ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കുറച്ചുകൂടി ആക്റ്റീവായിട്ടുള്ള എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് എക്സസൈസ് ആകുന്ന എന്തെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതേപോലെ ഭക്ഷണ കാര്യങ്ങൾ ക്രമീകരണം വരുത്തുന്നതും ഒക്കെ നിങ്ങളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് എനർജി ആയിട്ട് കാണിക്കുന്നുണ്ട്. മെൻ്റൽ ഹെൽത്ത് വളരെ പ്രാധാന്യമാണ് ഈ ഒരു സമയം. അതിനു വേണ്ടിയിട്ട്, അതായത് ജീവിതത്തിൽ സന്തോഷമുള്ള കാര്യങ്ങൾ ആഘോഷിക്കുക, ജീവിതത്തിൽ സന്തോഷിക്കുക, ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി തൃപ്തി തരുന്ന ഒരു കാര്യമായിട്ട് കാണുന്നുണ്ട്. ജീവിതം ഒരു ആഘോഷമാക്കി മാറ്റുന്ന ഒരു സമയമാണ്. ജീവിതം എപ്പോഴും ആലോചിച്ച് പ്രാരബ്ധത്തെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ച് സ്ട്രെസ് അടിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലാതെ നിങ്ങൾ ജീവിതം ഒരു ആഘോഷമാക്കി മാറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നു എന്നുള്ളത്. ആഘോഷിച്ച് തിമിർത്ത് ആ ഒരു രീതിയിലല്ല, മറിച്ച് സന്തോഷത്തോടു കൂടിയിട്ട് ജീവിതം എന്നും ഒരാഘോഷമാക്കി സന്തോഷത്തോടു കൂടിയിട്ടുള്ള ജീവിതം ജീവിച്ച് തീർക്കുന്നു എന്നുള്ളതാണ്. വെറുതെ ജീവിച്ച് തീർക്കുന്നതല്ല, സന്തോഷത്തോടു കൂടി ജീവിതം ജീവിക്കുന്നു എന്നുള്ളത്. അതേപോലെ നൈറ്റ് ഓഫ് കപ്സ് ആൻഡ് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വർഷമാണ്. വിദ്യാഭ്യാസ കാര്യങ്ങൾ ഉയർച്ച, കോമ്പറ്റീറ്റീവ് എക്സാംസിൽ മത്സര പരീക്ഷകളൊക്കെ സാധ്യതകൾ ഉണ്ടെന്ന് ഓടൊപ്പം തന്നെ പഠിത്തത്തോടൊപ്പം തന്നെ നിങ്ങൾ സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാക്കുന്നുണ്ട്. അതായത് സൈഡായിട്ട് എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളോ നിങ്ങൾ നേടുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ചിലവിനുള്ളതോ അല്ലെങ്കിൽ ഈവൻ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലേക്ക് വരെ നിങ്ങൾക്ക് എത്താൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി സന്തോഷം തരുന്ന ചില കാര്യങ്ങളിലൊക്കെ വ്യക്തത കുറവുണ്ടാകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ആളുകളുമായിട്ട് ചേർന്ന് അവരോട് അഭിപ്രായങ്ങൾ ചോദിക്കുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. വിദേശവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വളരെ പോസിറ്റീവ് എനർജിയാണ്. വിദേശത്ത് താമസിക്കുന്ന ആളുകളും വിദേശത്ത് മക്കളുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്തായിരിക്കും, മക്കൾ നാട്ടിൽ, അങ്ങനത്തെയൊക്കെ സിറ്റുവേഷനിൽ നിൽക്കുന്നവർ കുടുംബമായിട്ട് ഒരുമിച്ച് ചേരാൻ പറ്റുന്ന സമയം, കുറച്ചധികം നാൾ കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കാനും ഒരുമിച്ച് നിൽക്കാനും ഒക്കെ പറ്റുന്ന ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം
സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.